ആദ്യം തന്നെ ഒരു 5 മിനിറ്റ് വൈകിയതിന് ക്ഷമ ചോദിക്കുന്നു. കാര്യം 3-ാം തീയതി എന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് പറഞ്ഞ് പോലീസ് കോടതിയിൽ പോയിരിക്കുന്നതിന്റെ ഹിയറിംഗ് ആണ്. അപ്പൊ എല്ലാം അഡ്വക്കേറ്റിന് അയച്ചു കൊടുത്ത് ഈ വരി ശരിയാണോ ആ വരി ശരിയാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു 5 മിനിറ്റ് ഡിലേ ആയത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെറുതായിട്ടൊന്ന് റീമോഡിഫൈ ചെയ്യണം. ഒരു വ്യക്തിയെ ഡയറക്റ്റ് ആയിട്ട് ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ പറയരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെറുതായിട്ടൊന്ന് മാറ്റേണ്ടി വന്നു. അതുകൊണ്ട് ഒന്നുകൂടെ വീണ്ടും പണിയോട് എടുക്കേണ്ടി വന്നു. സ്ഥിരം പത്രസമ്മേളനങ്ങൾ പോകുന്നതിന് മുമ്പ് അഡ്വക്കേറ്റ്സ് ഇങ്ങനെ വിളിച്ച് പേടിപ്പിക്കും. അങ്ങനെ പറയരുത്, ജാമ്യം റദ്ദാക്കും, ഇങ്ങനെ പറയരുത്. അപ്പൊ അതുകൊണ്ടാണ് ആദ്യം എന്റെ വിഷയത്തിലേക്കും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിലേക്കും വരുന്നതിന് മുമ്പ് ശബരിമല സ്വർണ്ണക്കുള്ള വിഷയത്തിലൂടെ ഒരു അയ്യപ്പ ഭക്തൻ എന്ന നിലയിൽ ഒരു നിലപാട് പറഞ്ഞിട്ട് മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. ഇത് പറയാനൊരു പശ്ചാത്തലം കൂടെ പറയാം, ഇതിൽ എഴുതാത്തൊരു പശ്ചാത്തലം. അതായത് 2018 ശബരിമല പ്രക്ഷോഭം സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം ഞാനടക്കം വിരലെണ്ണാവുന്ന ആൾക്കാരാണ് തുടങ്ങിയത്. അതിൽ ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്റെ മുത്തശ്ശി ദേവകി അന്തർജനമാണ്. ശബരിമലയിൽ ഏറ്റവും കൂടുതൽ കാലം തന്ത്രിയായി സേവനമനുഷ്ഠിച്ചിരുന്നത് എന്റെ മുത്തശ്ശനായ കണ്ഠരര് മഹേശ്വരാണ്. ആദ്യം അറസ്റ്റ് ചെയ്ത് മുത്തശ്ശിയാണ്. പക്ഷെ അവർക്ക് പ്രായമായതുകൊണ്ട് അവരെ ജയിലിലേക്ക് എത്തിച്ചില്ല. പകരം ആദ്യം ശബരിമലയ്ക്ക് വേണ്ടി ജയിലിൽ പോയി ആഴ്ചകളോളം പട്ടിണി കിടന്ന് നിരാഹാരവും കൂടി കിടന്ന ഒരു വ്യക്തിയായ അയ്യപ്പ ഭക്തനായ സുപ്രീം കോടതിയിൽ ഈ കേസിൽ ഔദ്യോഗികമായി തന്നെ ഇടപെട്ട കഴിഞ്ഞ 2007 മുതൽ, അതായത് 18 വർഷമായിട്ട് ഈ കേസിന്റെ പിന്നിൽ നിൽക്കുന്ന ഒരാളാണ്. ശബരിമലയ്ക്ക് വേണ്ടി നിരന്തരം വാദിക്കുകയും മറ്റും ചെയ്യുന്ന ഒരാളാണ്. ആ അവസരത്തിൽ ഒരു അയ്യപ്പ ഭക്തനായി അയ്യപ്പധർമ്മസേനയുടെ ഭാഗത്തു നിന്നും അയ്യപ്പ വിശ്വാസികളുടെ ഭാഗത്തു നിന്നും പറയുന്നതാണ്. ഞാൻ വളരെ വിഷമത്തോടെ വേദനയോടെ പറഞ്ഞോട്ടെ, വളരെ താല്പര്യത്തോടെയും ആവേശത്തോടും കൂടിയാണ് നമ്മൾ ചാനൽ ചർച്ചകളിലും ഞാൻ പത്രസമ്മേളനങ്ങളിലുമൊക്കെ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ശക്തമായി വാദിച്ചത്. എന്നാൽ ഇന്ന് വളരെ വേദനയോടെ പറയാൻ ആഗ്രഹിക്കുന്നത് ശബരിമല സ്വർണ്ണക്കേസ് പരസ്പരം രാഷ്ട്രീയ പഴിചാരലിന് ഉപയോഗിക്കുന്ന ഒരു രാഷ്ട്രീയ ആയുധമായി മാത്രം അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ഏറ്റവും ബഹുമാനവും വിശ്വാസവുമാണ്. എന്നാൽ SIT വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ, അത് AO BO CO അല്ല, എല്ലാ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളും ശബരിമല അയ്യപ്പനെ ഒരു രാഷ്ട്രീയ ഫുട്ബോൾ പോലെ ഉപയോഗിക്കുകയാണ്. എന്റെ ബന്ധു കൂടിയായ തന്ത്രിയെ കള്ളക്കേസിൽ കുടുക്കിയതുകൊണ്ടല്ല ഞാൻ ഈ പറയുന്നത്. ഈ കേസ് ആദ്യം മുതൽ ഫോളോ ചെയ്യുകയും പഠിക്കുകയും ചെയ്തൊരു വ്യക്തി എന്ന നിലയിലാണ്. എല്ലാവരുടെയും മനസ്സിലാക്കലിന് വേണ്ടി ശബരിമല കേസിൽ 2 പോസിബിലിറ്റിയേ ഉള്ളൂ. ശബരിമല സ്വർണ്ണ കേസിൽ, അതായത് ശബരിമലയിലെ വാതിൽ പടികളിൽ നിന്നും വെളിയിലുള്ള ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും സ്വർണം മിസ്സായിട്ടുണ്ട് എന്ന കാര്യം വസ്തുതയാണ്. പക്ഷേ ആ സ്വർണം ഏതെങ്കിലും രീതിയിൽ വലിയൊരു ഡീലിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞതുപോലെ സുഭാഷ് കപൂർ മോഡൽ, അതായത് സുഭാഷ് കപൂർ ഒരു അന്താരാഷ്ട്ര കള്ളക്കടത്തുകാരനാണ്, ആ മോഡലിൽ ഈ സ്വർണം വിറ്റിട്ടില്ലെങ്കിൽ ഈ കേസ് തന്നെ നിലനിൽക്കില്ല. എനിക്കത് പറയുന്നതിൽ വളരെ വേദനയും വിഷമവും ഉണ്ട്. ഞാനടക്കം വളരെ ശക്തമായി വാദിച്ച ഈ കേസ് തന്നെ നിലനിൽക്കില്ല. അതിന്റെ സത്യം നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം. ഒരുപാട് ആൾക്കാർ, ഇതുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത ആൾക്കാർ, നേരിട്ട് ബന്ധമുള്ള ആൾക്കാർ 2-3 മാസങ്ങളായി ജയിലിൽ കിടക്കുകയാണ്. 83 വയസ്സായ സ്ട്രോക്ക് വന്ന, ഇപ്പോഴും ഒരുപാട് ന്യൂറോ സൈക്കോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ശങ്കർദാസ് സാർ അടക്കം ഇപ്പം മെഡിക്കൽ കോളേജിലെ ആണെങ്കിലും ജയിൽ വാർഡിൽ കിടക്കുകയാണ്. ശബരിമല തന്ത്രിയെ പോലെ ലോകാരാധ്യനായ, ലോകത്ത് 10-15 രാജ്യങ്ങളിൽ അമ്പലമുള്ളൊരു വ്യക്തി, അദ്ദേഹം ജയിലിൽ കിടക്കുകയാണ്. വാസു സാറിനെ പോലെ, എനിക്ക് വാസു സാറിനെ വ്യക്തിപരമായി ഇഷ്ടമില്ലാത്തൊരു മനുഷ്യനാണ്. വാസു സാർ ഞങ്ങളെ അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ പോലീസിനെ വിളിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ വാസു സാർ അടക്കം മുതിർന്ന ആൾക്കാർ ജയിലിൽ കിടക്കുകയാണ്. എന്തിനാ ഇവർ ജയിലിൽ കിടക്കുന്നത്? യഥാർത്ഥത്തിൽ ഈ സ്വർണം ഏതെങ്കിലും രീതിയിൽ ഡിവൈൻ വാല്യൂവിന് കോടിക്കണക്കിന് രൂപയ്ക്കല്ല വിറ്റതെങ്കിൽ ഇങ്ങനൊരു കേസ് പോലും നിലനിൽക്കില്ല. അതായത് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ 1.5 കിലോഗ്രാം ഗോൾഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. തിരിച്ചു വന്നപ്പോൾ അത് ഏകദേശം 400 ഗ്രാമിന്റെ പൂശലായി മാറി. ഇതൊരു ഫാക്ടാണ്, കാര്യം നമ്മുടെ തെളിവുണ്ട്. 2.5 കിലോഗ്രാമോളം വാതിൽപ്പടികളിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. തിരിച്ചു വരുമ്പോൾ 400 ഗ്രാമായി. ഈ 2-3 കിലോഗ്രാമിന് വേണ്ടി മുമ്പത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരോ തന്ത്രിയോ മന്ത്രിയോ ഒക്കെ ഈ രീതിയിൽ ഏതെങ്കിലും കള്ളത്തരമോ കൊള്ളയോ കാണിക്കുമെന്നാണോ നമ്മൾ പറയുന്നത്? അപ്പൊ ഇതൊരു രാഷ്ട്രീയ ആയുധമായി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. പോറ്റിയെ കേറ്റിയെ പോലുള്ള പാട്ടുകൾ വന്നു, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി വന്നു. അപ്പൊ CPM കാണുന്ന ഈസിയായ വഴി ഞങ്ങളുടെ ആൾക്കാരെ മാത്രം കുറ്റം പറയേണ്ട, തന്ത്രിയെയും കൂടെ പിടിച്ചകത്തിടാം. തന്ത്രിയെയും കൂടെ പിടിച്ചകത്തിടുകയാണെങ്കിൽ ഞങ്ങൾക്ക് നേരെയുള്ള ആയുധത്തിന്റെ അല്ലെങ്കിൽ മൊനയൊടിക്കാൻ കഴിയും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, തന്ത്രിയുടെ വീട്ടിൽ നിന്ന് വാജിവാഹനം റെയ്ഡ് ചെയ്ത് കണ്ടെത്തി എന്നൊക്കെ നിങ്ങൾ കേട്ടുക. ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ച് ഹൈക്കോടതി അംഗീകരിച്ച റിപ്പോർട്ടിന്റെ ഭാഗമാണ് തന്ത്രിയും വാജിവാഹനവും, തന്ത്രിക്ക് കൊടുത്തുവിട്ട വാജിവാഹനവും.
അതായത് അന്നത്തെ അഡ്വക്കേറ്റ് കമ്മീഷണറായിരുന്ന കുറുപ്പ് സാറിന്റെ 6 ഇടക്കാല റിപ്പോർട്ടിൽ 5ാമത്തെ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് തന്ത്രിക്ക് കൊടുത്ത കാര്യങ്ങൾ ഹൈക്കോടതിയെ അറിയിക്കുകയും ശ്രീ കുറുപ്പ് മികച്ച രീതിയിൽ പ്രവർത്തിച്ചു എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി രേഖപ്പെടുത്തുകയും ചെയ്ത കാര്യങ്ങളിലാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഗ്രൗണ്ടിൽ ഒന്ന്. 2, തന്ത്രി അയ്യപ്പന്റെ അനുമതി മേടിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഞാൻ മുമ്പ് ഒരിക്കൽ സൂചിപ്പിച്ചതുപോലെ അയ്യപ്പന്റെ എന്തായാലും SIT മൊഴിയെടുത്തിട്ടില്ല. 2, ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ചിൽ കഴിഞ്ഞ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ബാക്കിയുള്ളവർക്ക് ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള വിധിന്യായത്തിന്റെ 81ാം പേജിൽ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ തന്ത്രിയോട് ഈ അനുമതി ചോദിച്ചു തുടങ്ങിയ കാര്യങ്ങൾ ദേവസ്വം ബോർഡിലെ ആൾക്കാർ പറയുന്ന കള്ളമാണ്. പോട്ടെ, ഇനി അത് AOBയിലേക്ക് പോകുന്നില്ല. തന്ത്രി ഒരു ബന്ധുവായതുകൊണ്ടല്ല. തന്ത്രി എന്ന് പറഞ്ഞാൽ നമ്മളൊരു മൗലവിയെ പോലെയോ ക്രിസ്ത്യൻ പള്ളിയിലച്ഛൻ പോലെയോ ഒരു വിശ്വാസ സമൂഹത്തിന്റെ ആദരണീയനായ ഒരു വ്യക്തിയാണ്. അയ്യപ്പന്റെ പിതൃസ്ഥാനീയനാണ്. എന്ത് ഗ്രൗണ്ടിലാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്ത്? അനുമതി മേടിച്ചില്ല, ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചില്ല, വാജിവാഹനം കൊണ്ടുപോയി. പരസ്യമായ പരിപാടിയിൽ ദേവസ്വം ബോർഡ് തന്ത്രിയോട് അങ്ങോട്ട് അഭ്യർത്ഥിച്ച് തന്ത്രിക്ക് വാജിവാഹനം കൊടുത്തുവിടുകയും അത് ഹൈക്കോടതിയെ അടക്കം അറിയിക്കുകയും ഹൈക്കോടതി അക്സെപ്റ്റ് ചെയ്ത റിപ്പോർട്ടിന്റെ ഭാഗമായി തന്ത്രി അകത്ത് കിടക്കുക. അപ്പൊ ഇത് SITക്കാർ ചെയ്യുന്നത് മനസ്സിലാവും. SITക്കാർ ഭരണത്തിന്റെ കീഴിലാണ്, കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ കീഴിലാണ്. അപ്പൊ കമ്മ്യൂണിസ്റ്റുകാരെ മാത്രം അറസ്റ്റ് ചെയ്യേണ്ട, വിശ്വാസിയുടെ ഭാഗത്തുനിന്ന് ഒരാൾ അറസ്റ്റ് ഇരിക്കട്ടെ, തങ്ങൾക്ക് നേരെയുള്ള മുന പിടിക്കാനാണ്. തന്ത്രി 20 ദിവസമായി ജയിലിലാണ്. എന്താ തന്ത്രി ചെയ്ത കുറ്റകൃത്യം? 20 ദിവസമായി ജയിലിലാണ്. ബാക്കി പല ആൾക്കാർ 90 ദിവസവും 80 ദിവസമായിട്ട് ജയിലിലാണ്. ഇതുവരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. എന്ത് കുറ്റകൃത്യം നടന്നു എന്നാ പറയണേ? ഇനി 2, അതുകൊണ്ട് അഭ്യർത്ഥന, വാജിവാഹനമടക്കമുള്ള വിഷയങ്ങളിൽ SIT ഹൈക്കോടതിയിലെ റിപ്പോർട്ട് അടക്കം മറച്ചുവെച്ച് മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കണ്ടു. നിങ്ങൾക്കറിയാലോ, SITക്ക് റിപ്പോർട്ട് കിട്ടുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടിയാണ് തന്ത്രിയിടയ്ക്ക് വാജിവാഹനം കൊടുത്തുവിട്ടത്. ഈ കേസ് സജീവമായി നിർത്തി കൂടുതൽ അറസ്റ്റ് എതിർപക്ഷത്തുണ്ടാകണം എന്ന് പല രാഷ്ട്രീയ കക്ഷികളുടെയും താൽപര്യം ശബരിമല അയ്യപ്പന്റെ ചുവലിൽ വെച്ച് ദുരുപയോഗം ചെയ്യുന്നത് ശരിയല്ല. ഇപ്പൊ ഒരുപാട് പേര് ഞങ്ങളെ വിളിച്ചു പറഞ്ഞു, ആൾക്കാരുടെ പേര് പറയുന്നില്ല, എന്തായാലും തന്ത്രിയെ കുടിക്കുമല്ലോ, അപ്പൊ മന്ത്രിയും കൂടെ കൊടുക്കാം. ഞാനപ്പോ അവരോട് ചോദിച്ചു, ഈ പ്രാസം വെച്ച് ആൾക്കാരെ അറസ്റ്റ് ചെയ്യാൻ ഈ പ്രാസമാണോ നമ്മുടെ നാട്ടിലെ നിയമത്തിന്റെ സ്ഥാനം? തന്ത്രി, മന്ത്രി. അപ്പം തന്ത്രിയെ അറസ്റ്റ് ചെയ്തു, ഇനി മന്ത്രിയെ അറസ്റ്റ് ചെയ്യാം. ശ്രീ കടകംപള്ളി സുരേന്ദ്രനോട് എനിക്ക് ഒരു അനുഭാവവുമില്ല. അദ്ദേഹം CPMകാരനാണ്. ഞാൻ അടുത്ത തവണ CPM മാറണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്, കോൺഗ്രസ് വരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ കടകംപള്ളി എന്തിനാ അറസ്റ്റ് ചെയ്യുന്നത്? കാര്യമായിട്ട് ആൾക്കാർ പറയാണ് കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യണം. എന്തിനാ കടകംപള്ളി അറസ്റ്റ് ചെയ്യുന്നത്? കടകംപള്ളിക്ക് ഈ കേസോട് എന്താ ബന്ധമുള്ളത്? ചില ആൾക്കാർ പറയുന്നത് കേട്ടു, ദേവസ്വം മന്ത്രി അറിയാതെ ശബരിമലയിൽ ഇല പോലും അനങ്ങില്ല. തന്ത്രിക്ക് എന്താ അവിടുത്തെ മരത്തിന്റെയും ചെടിയുടെയും ഒക്കെ ഇൻചാർജാണ്? ഒരു പഞ്ച് ഡയലോഗിൽ നമ്മളങ്ങനെ പറയാണ്. ഇത് കുറച്ചു മുമ്പ് പറഞ്ഞത് തന്ത്രിയെ കുറിച്ചാ. തന്ത്രി അറിയാതെ ശബരിമലയിൽ ഒരു ഇല പോലും അനങ്ങില്ല. ഇതൊന്നും അമ്പലത്തിന്റെ അടിസ്ഥാനങ്ങളെ കുറിച്ച് പോലും അറിയാത്തവർ പറയുന്നതാണ്. അതായത് നിങ്ങളുടെ അറിവിന് വേണ്ടിയാണ്, അമ്പലത്തിന് 2 കൈകളുണ്ട്. ഒരു കൈ എന്ന് പറഞ്ഞാൽ ആചാരപരം, ഒരു കൈ അഡ്മിനിസ്ട്രേഷൻ. ആചാര കാര്യങ്ങളിലെ പരമാധികാരി തന്ത്രിയാണ്, അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിലെ പരമാധികാരി ദേവസ്വം ബോർഡാണ്. ഉദാഹരണം, പൂ മേടിക്കണം, ഏത് പൂ മേടിക്കണമെന്ന് തന്ത്രിക്ക് പറയാം. ആ പൂ എവിടെ നിന്ന് മേടിക്കണമെന്ന് തീരുമാനിക്കുന്നത് ദേവസ്വം ബോർഡാണ്. അതായത് പൂ മേടിക്കണം, ഇന്ന ആചാരങ്ങൾ വേണം, ശബരിമല യുവതി പ്രവേശനം. അതാണ് നമ്മുടെ സർവശക്തനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞിട്ട് പോലും കണ്ഠര് രാജീവര് ഒരു ഇമ പോലും മങ്ങിയില്ല. 2018-19 കാലത്ത് ആര് പറഞ്ഞാലും ശബരിമല യുവതികൾ കയറിയാൽ ഞാൻ നടയടച്ചിട്ട് പോകുമെന്ന് പറയാൻ ധൈര്യം കാണിച്ച ഒരാളാണ് കണ്ഠര് രാജീവർ. ഇന്നേ വരെ ഒരു ബ്ലാക്ക് മാർക്ക് കേൾപ്പിച്ചിട്ടില്ല, ഇന്നേ വരെ ഒരു കോൺട്രവേഴ്സി കേൾപ്പിച്ചിട്ടില്ല. അപ്പം അത് മറ്റൊരു തന്ത്രി, അദ്ദേഹത്തിന് യാതൊരു കുറ്റമില്ലാന്ന് അവസാനം ഹൈക്കോടതി പറഞ്ഞു. സമാനമായ എറണാകുളത്തെ ഒരു കേസിൽ എന്റെ അമ്മയുടെ സഹോദരനാ, അദ്ദേഹം ഒരു വിവാദത്തിലെങ്കിലും പെട്ടിട്ടുണ്ട്, കേസിലൊന്നും പെട്ടിട്ടില്ല. അദ്ദേഹമായിരുന്നു വാദി, പക്ഷെ അദ്ദേഹത്തിന് അതുകൊണ്ട് ഒരുപാട് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളുണ്ടായി. അതുപോലെ പോലും ഒരു വിവാദങ്ങളിൽ ഏർപ്പെടാത്ത വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താ? അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ CPMകാർക്ക് നേരെ വരുന്നൊരു മുനയൊടിക്കാം. അപ്പം തിരിച്ച് മറ്റവർക്ക്, എതിർ പാർട്ടിക്കാർക്ക് എന്താ താല്പര്യം? കടകംപള്ളി അറസ്റ്റ് ചെയ്താൽ മന്ത്രിയല്ല ഇതിന്റെ പുറകിലുണ്ട്, തിരുവനന്തപുരത്തെ ഇലക്ഷന് അവർക്ക് ഉപയോഗം ചെയ്യും. അങ്ങനെ ശബരിമല അയ്യപ്പനെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. ശ്രീ കടകംപള്ളിയെ കുറിച്ചുകൂടി ഒരു വാക്ക് നിങ്ങൾ ഓർക്കണം. കാര്യം ഞങ്ങൾക്ക് നന്ദിയോടെ ഓർക്കാൻ പറ്റൂ, പാർട്ടി ഏതാണെങ്കിലും. ആരുമില്ലാതിരുന്ന സമയത്ത്, അതായത് വിശ്വാസികൾ പേടിച്ച് ആരുമില്ലാതിരുന്ന സമയത്ത് വിശ്വാസികൾ വേറെ ആക്ടിവിസ്റ്റുകൾ വേറെ എന്നൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ടാക്കിയ ശ്രീ കടകംപള്ളിയാണ്. അദ്ദേഹത്തിന് അത് AK സെന്ററിൽ നിന്ന് ഒരുപാട് ചീത്ത വെക്കുകയും ചെയ്തു. അതായത് അന്ന് രഹന ഫാത്തിമ, ബിന്ദു അമ്മണി, കനകദുർഗ പോലുള്ള ഒരുപാട് ആക്ടിവിസ്റ്റുകൾ അവിടെ കയറാൻ വന്നപ്പോൾ അവരോടും ബഹുമാനക്കുറവൊന്നുമില്ല, അവരുടെ നിലപാടിനോട് എതിർപ്പാണ്. പക്ഷെ അങ്ങനെയുള്ളവർ ശബരിമലയിലേക്ക് കയറാൻ വന്നപ്പോൾ ആക്ടിവിസ്റ്റുകൾക്കുള്ള സ്ഥലമല്ലിത്, ഇത് വിശ്വാസികൾക്കുള്ളതാണെന്ന് പറയാൻ സൗമ്യരസം കാണിച്ചൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് കടകംപള്ളി സുരേന്ദ്രൻ. 2, ഇന്നും അതായത് 2025 ജനുവരി 30 ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ പോലും BJPയിലെയോ കോൺഗ്രസിലെയോ CPMലെയോ വേറെ ഒരു നേതാവും ശബരിമല സുപ്രീം കോടതി വിധി തെറ്റാന്ന് പറയാനുള്ള ധൈര്യം കാണിച്ചിട്ടില്ല.
എല്ലാവരും അവിടെ ഇവിടെയൊക്കെ തൊടാതെ വിശ്വാസികൾക്ക് വേദനിക്കരുത്, അത് ശരിയാണ്, വിശ്വാസികളെ കൂടെ വിശ്വാസികളെടുക്കണം എന്നൊക്കെ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്യുകയുള്ളൂ. പക്ഷേ ഗോവിന്ദ മാഷ് ഇത് കഴിഞ്ഞ അധ്യായമാണെന്ന് പറഞ്ഞപ്പോ അങ്ങനെയല്ല, ഇത് അടഞ്ഞ അധ്യായമാണെന്ന് പറയാൻ ധൈര്യം കാണിച്ച ഏക മനുഷ്യൻ ശ്രീ കടകംപള്ളി സുരേന്ദ്രനാണ്. ശബരിമല സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ചിന്റെ വിധിന്യായം തെറ്റാണ് എന്ന് പറയാൻ ധൈര്യം കാണിച്ച ഏക വ്യക്തി ഒരു സഖാവാണ്. അതാണ് എന്റെ ഒരു കൗതുകം. ഒരു കോൺഗ്രസ്സുകാരനല്ല, ഒരു CPM അല്ല, BJP കാരനല്ല. അങ്ങനെ ഒരു മനുഷ്യനെ എന്നെ തന്നെ വളരെ മുതിർന്ന് 1-2 പേര് വിളിച്ചു പറഞ്ഞു, എന്തായാലും തന്ത്രിയുടെ അറസ്റ്റ് ഉണ്ടായി, ഇനി എങ്ങനെങ്കിലും ചാനലിലിരുന്ന് ശക്തമായി ഇനി മന്ത്രിയെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തിനാണ് സാർ അറസ്റ്റ് ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡ് ഒരു ക്വാസി ഗവൺമെന്റ് ബോഡിയാണ്. ഇവിടെ നടക്കുന്ന ഒരു കാര്യവും മന്ത്രി അറിയേണ്ട ആവശ്യം പോലുമില്ല. അങ്ങനെയാണ് ദേവസ്വം ബോർഡിന്റെ കാരണം. അതിനെ സംരക്ഷിക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്തിട്ടുള്ളവരാണ് ഞങ്ങൾ. അതായത് ദേവസ്വം ബോർഡ് പൂർണ്ണമായിട്ട് ദേവസ്വം മന്ത്രിയുടെ താഴെ പോകരുതെന്നും ദേവസ്വം ബോർഡിന് സ്വതന്ത്ര സ്വഭാവം നിലനിൽക്കണമെന്നും എന്ന് പറഞ്ഞ് ഫൈറ്റ് ചെയ്ത ഞങ്ങളോടാണ് പറയുന്നത് ഇതിന്റെ എല്ലാ ഉത്തരവാദി മന്ത്രിയാണെന്ന് പറയാം. കാര്യം എന്താ? അടുത്ത പ്രാവശ്യത്തെ ഇലക്ഷന് കടകംപള്ളി സുരേന്ദ്രനെ തിരുവനന്തപുരത്ത് നിന്ന് മാറ്റാനോ അറസ്റ്റ് ചെയ്യാനോ കഴിഞ്ഞാൽ പുള്ളിക്കെതിരെ ഒരു ടോക്കിംഗ് പോയിന്റ് കിട്ടും. അത് അവരങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കോട്ടെ, അതിന് അയ്യപ്പനെ വെച്ചും ശബരിമലയെ വെച്ചും വിശ്വാസികളെ വെച്ചും ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അവിടെയാണ് ദയവായി അഭ്യർത്ഥിക്കാനുള്ളത്. തന്ത്രിയെ, അയ്യപ്പന്റെ പിതൃസ്ഥാനീയനായ തന്ത്രിയെ കള്ളക്കേസിൽ കുടുക്കി, അപ്പം മന്ത്രിയെ കൂടി കുടുക്കാം എന്ന പ്രതികാര ബുദ്ധി ഒരു അയ്യപ്പ വിശ്വാസിക്കുമില്ല. പ്രത്യേകിച്ച് ശബരിമല പ്രക്ഷോഭകാലത്ത് വിശ്വാസികളെ അദ്ദേഹത്തിന് ആവും വിധം പിന്തുണച്ച ശ്രീ കടകംപള്ളി സുരേന്ദ്രനെ ശബരിമല സുപ്രീം കോടതി വിധിന്യായം തെറ്റാണെന്ന് പറയാൻ ധൈര്യം കാണിച്ച ഏക രാഷ്ട്രീയ നേതാവ് അദ്ദേഹമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ചോദിച്ചാൽ നാളെ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനോടോ BJP കാരനോടോ ബാക്കി CPM ലീഡേഴ്സിനോടോ ശബരിമല സുപ്രീം കോടതി വിധിന്യായം തെറ്റാണോ ശരിയാണോ എന്ന് ചോദിച്ചാൽ അവരൊരു ഉത്തരം പറയില്ല. വിശ്വാസികൾ പ്രധാനമാണെന്നൊക്കെ അവിടെ എവിടെയും തൊടാത്ത വരികളൊക്കെ പറയും. ശബരിമല സുപ്രീം കോടതി വിധിന്യായം തെറ്റായിരുന്നു, എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ടല്ലേ സുപ്രീം കോടതി എന്ന മേൽക്കോടതികൾക്ക് റെഫർ ചെയ്തു. സുപ്രീം കോടതി പോലും, അതായത് 5 അംഗ ബെഞ്ചിന്റെ സുപ്രീം കോടതി വിധിയിൽ 4-1 ഞങ്ങൾ തോറ്റത്. 4 പുരുഷന്മാരും ശബരിമല യുവതികൾ കയറാന്ന് പറഞ്ഞു. ഉള്ള ഒരേ ഒരു സ്ത്രീയായ ഇന്ദു മൽഹോത്രയാണ് അങ്ങനെയല്ല, അത് തെറ്റാണ്, ഇവരുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞത്. അത് സുപ്രീം കോടതി തന്നെ എടുത്ത് മേൽ ബെഞ്ചിന് കൊടുത്തു. പക്ഷെ ഇപ്പോഴും തെറ്റാന്ന് പറയാൻ ധൈര്യം കാണിക്കാത്തതിന്റെ കാരണം സുപ്രീം കോടതി വിധി തെറ്റാണെന്ന് വല്ലതും പറഞ്ഞാൽ കോടതി ലക്ഷ്യം വരും, താഴെ കീഴ്ക്കോടതികളെ വിഷമിപ്പിക്കേണ്ട, അല്ലെങ്കിൽ അവരുടെ ദേഷ്യം പിടിച്ചു പറ്റേണ്ടതാണ്. പക്ഷെ ശ്രീ കടകംപള്ളി അയ്യപ്പ സംഗമത്തിന് വന്നത് പറഞ്ഞത് ഒരു അയ്യപ്പ വിശ്വാസി എന്ന നിലയിൽ നമ്മൾ എണീച്ചെന്ന് കൈയിടിക്കുന്നതാണ്. ഞാൻ CPM കാരനല്ല, പക്ഷെ അദ്ദേഹം ചെയ്തൊരു നന്മയാണ്, ബാക്കി ആരും ചെയ്യാത്തൊരു നന്മയാണ്. അതിനി 2, അതോടൊപ്പം സുപ്രീം കോടതി വിധിന്യായം തെറ്റാന്ന് പറയാൻ ധൈര്യം കാണിച്ച ഏക രാഷ്ട്രീയ നേതാവ് അദ്ദേഹമാണ്. ഇനിയും മരിച്ചുപോയ ശ്രീ പ്രയാൽ ഗോപാലകൃഷ്ണനെ, ഒട്ടും വയ്യാത്ത ശ്രീ ശങ്കർദാസിനെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയ യുദ്ധത്തിന്റെ ഭാഗമാക്കുന്നത് വളരെ വിഷമമാണ്. ഞാൻ അദ്ദേഹത്തിന്റെ, ശ്രീ ശങ്കർദാസിന്റെ വീട്ടുകാരോട് 1-2 ബന്ധുക്കളോട് സംസാരിച്ചു. അവരൊക്കെ വളരെ വേദനയിലാണ്. നമ്മുടെ അച്ഛനോ മുത്തച്ഛനോ ഇത് സംഭവിച്ചെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കുക. 83 വയസ്സുണ്ട് ആ മനുഷ്യൻ, സ്ട്രോക്ക് വന്നിരിക്കുകയാണ്, ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്, ICUവിലായിരുന്നു. നമ്മുടെ ഒരു പ്രതികാര ബുദ്ധി, ആരെങ്കിലും എല്ലാ ആഴ്ചയും അറസ്റ്റ് ചെയ്യണം, നമുക്കില്ലെങ്കിൽ രസമില്ല. ആരോട് വ്യക്തിപരമായ ദേഷ്യമൊന്നുമില്ല, എല്ലാ ആഴ്ച ഏതെങ്കിലുമൊക്കെ അറസ്റ്റ് നടക്കണം. അതിന്റെ പേര് എന്തിനാണ് നമ്മൾ ഈ ആരോടാ പ്രതികാരം ചെയ്തത്? ഇവരൊക്കെ എന്ത് ചെയ്തു എന്നാ പറയണേ? ഇവരൊക്കെ ആ മഹസറിൽ സാക്ഷി എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ ഒപ്പിട്ടു. ഇന്നലെ ഒരാൾ 80 ദിവസം ജയിലിൽ കിടന്നിട്ട് ഇന്നലെ ഒരാൾക്ക് ജാമ്യം കിട്ടി, അടുത്ത ആൾ പോയിട്ടുണ്ട്. അതായത് ഒന്നുമില്ല, ബാക്കി ആരും കുറ്റം പറയാതിരിക്കാൻ കുറച്ച് ആൾക്കാരെ ജയിലിൽ കൊണ്ടിടണം. ഇത്രയുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ്. അപ്പോൾ യഥാർത്ഥത്തിൽ ദയവായി ശ്രദ്ധിക്കുക. VSSCയുടെ റിപ്പോർട്ടിന്റെ ഒരു ആദ്യ ഘട്ടം പുറത്തു വന്നു, ചിലരെങ്കിലും കണ്ടു കാണും. അതായത് ചെമ്പ് പാളികളുണ്ട്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ദ്വാരപാല ശില്പങ്ങൾ കല്ല് വെച്ചാണ്, അതിന്റെ മേളിൽ ചെമ്പുണ്ട്, ചെമ്പിന്റെ മേളിലാണ് സ്വർണ്ണമുള്ളത്. ആ ചെമ്പ് യഥാർത്ഥത്തിൽ പഴയ ചെമ്പ് തന്നെയാണ് ഇരിക്കുന്നതെങ്കിൽ ഈ കേസും സുഭാഷ് കപൂർ മോഡലും ഒന്നും ഇല്ല. പിന്നെ കാര്യം അതുണ്ടെങ്കിലല്ലേ ഡിവൈൻ വാല്യൂവിനും സേക്രഡ് വാല്യൂവിനും വിൽക്കാൻ പറ്റൂ. യഥാർത്ഥത്തിൽ അതില്ലെങ്കിലില്ല. ഇത് ഈ ആൾക്കാർ കഥയുണ്ടാക്കുകയാണ്. ഇപ്പം പല അമ്പലങ്ങളുടെയും മേളിലുള്ള താഴികക്കുടം ആൾക്കാർ അടിച്ചുകൊണ്ട് പോകുന്നത് അതിന്റെ മേളിൽ ഇറീഡിയം ഉണ്ട്, 500 കോടി രൂപ കിട്ടുമെന്നൊക്കെ വിചാരിച്ചാൽ അത് ഈ വെള്ളി മൂങ്ങ പോലൊരു കഥയാണ്. അമ്പലത്തിന്റെ താഴികക്കുടങ്ങളുടെ മേളിലൊന്നും ഇറീഡിയം ഇല്ല, ചുമ്മാ പറയണ. റൈസ് പുള്ളർ, ഇറീഡിയം, ലില്ലിപ്പുട്ട്, പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ കഥകൾ കേട്ട് കാണും. ഇതിന്റെ പ്രശ്നം എന്താ അറിയാമോ? വെളിയിൽ നിന്ന് കേൾക്കുമ്പോൾ ഒരു കൗതുകമാണ്, ആൾക്കാർ കൂടുതൽ വരും, അമ്പലത്തിൽ കുറെ ആൾക്കാർ വരും, അതിനെക്കുറിച്ചൊരു വിവാദം ഉണ്ടാവും, ഒരു ഓളം ഉണ്ടാവും. പക്ഷേ ഈ അമ്പലങ്ങളുടെ രാത്രിയിലൊക്കെ ആൾക്കാർ കയറി താഴെ കൂടെ അടിച്ചുകൊണ്ട് പോകണം. നാസ ഇറീഡിയം വേണമെന്ന് പറഞ്ഞ് 500 കോടി രൂപ ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. നാട്ടുകാരെ ചുമ്മാ അമ്പലത്തിന്റെ പേര് പറ്റിക്കുകയാണ്. അങ്ങനെ ഈ താഴെ കൊടുത്തിന്റെ ഒന്നും ഇറീഡിയം വരാൻ പോണൊന്നുമില്ല, ചുമ്മാ പറയുന്നതാണ്. ഈ ചുമ്മാ പറച്ചില് മുഖ്യധാരാ മാധ്യമങ്ങൾ, ഡിജിറ്റൽ മാധ്യമങ്ങൾ പോട്ടെ, മുഖ്യധാരാ മാധ്യമങ്ങൾ നമ്മുടെ നിയമ സംവിധാനത്തിലെ സംസാരമൊക്കെയായി മാറുന്നത് വളരെ വിഷമമാണ്. അതിന്റെ പേരിൽ ഇനിയും പഴയ അറസ്റ്റ് ചെയ്യണം. കാര്യം CPMകാർക്ക് എങ്ങനെങ്കിലും ഇനി 2-3 കോൺഗ്രസ്സുകാരെ അറസ്റ്റ് ചെയ്യണം. കോൺഗ്രസ്സുകാർക്ക് ഇപ്പൊ ആഗ്രഹം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ BJPക്ക് ആഗ്രഹം എന്ന് പറഞ്ഞാൽ 2-3 CPMകാരെയും കൂടെ അറസ്റ്റ് ചെയ്യണം. കാര്യം അവസാന അറസ്റ്റ് വന്നാൽ അതിന്റെ പേരിൽ ഒരു ക്യാമ്പയിൻ ചെയ്യാം.
തന്ത്രി അറസ്റ്റ് ചെയ്ത് നിർത്തരുത്. എന്നോട് തന്നെ ഒരാൾ വളരെ മുതിർന്ന ആൾ പറഞ്ഞു, തന്ത്രി അറസ്റ്റ് ചെയ്ത് നിർത്തിയാൽ ശരിയാവില്ല, വേറെ 1-2 പേരെയും കൂടെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ കാര്യം നമുക്ക് വെച്ച് പറയാമല്ലോ. ഓരോരുത്തർ ആൾക്കാരുടെ ജീവനല്ലേ. ഈ 60, 70, 80 വയസ്സായ മനുഷ്യരൊക്കെയാണ് ജയിലിൽ കിടക്കുന്നത്, ഒരു കാര്യമില്ലാതെ. ഒപ്പിട്ടു, ആ സ്ഥലത്ത് കണ്ടു ഒരു സ്ത്രീയെ. ഈ കേസിന്റെ ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലൊക്കെ പോയി. സുപ്രീം കോടതി നോക്കുന്നത് എന്താ, നിങ്ങൾ ചിലപ്പോഴെങ്കിലും കണ്ടു കാണും. സുപ്രീം കോടതി പ്രഥമ ദൃഷ്ടിയ കേസ് എന്താ നോക്കൂ, അയ്യോ ദൈവത്തിന്റെ സ്വർണം കട്ട കേസാണ്, നിങ്ങൾക്ക് ജാമ്യമില്ല, പൊക്കോളാൻ പറയും. സുപ്രീം കോടതി ഇതിന്റെ മെറിറ്റിലേക്കൊന്നും കടക്കുന്നൊന്നുമില്ല. സുപ്രീം കോടതിയിൽ ജസ്റ്റ് ജാമ്യം വരും, കേസ് എന്താ വളരെ സീരിയസ് ആയ കേസാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ജാമ്യമില്ല. അല്ല സുപ്രീം കോടതിയുടെ വിധിയോ ആഴമേറിയ നിരീക്ഷണമൊന്നുമല്ല, പ്രഥമ ദൃഷ്ടിയ ഇത്രയും സീരിയസ് ആയ കേസാണ്, ജാമ്യം തരില്ല, ഇത്രയും മാത്രമേ പറയണുള്ളൂ. നേരത്തെ തന്നെ നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി, വാജി വാഹനം എന്തിന് തന്ത്രി എടുത്തു, ഭയങ്കര ചോദ്യമാണ്, മുഖ്യധാരാ ചാനൽ ചർച്ച ചെയ്യുന്നതാണ്. തന്ത്രിയെ അങ്ങോട്ട് വിളിച്ച് തന്ത്രിക്ക് കൊടുത്തുവിട്ട് ഹൈക്കോടതിയെ അറിയിച്ചതാണ്. തന്ത്രി എന്ത് ചെയ്യാനാണ്? എന്നിട്ട് വിവാദം ഉണ്ടായപ്പം തന്ത്രി അത് തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. ഇടയ്ക്ക് വേറൊരു കഥ കേട്ടു, തന്ത്രി എവിടെയോ ഇൻവെസ്റ്റ് ചെയ്തു, അതായത് തന്ത്രി എവിടെയോ കാശ് ഇൻവെസ്റ്റ് ചെയ്തു, അത് നഷ്ടപ്പെട്ട കാര്യം SITയോട് കംപ്ലൈന്റ് ചെയ്യാത്ത എന്തുകൊണ്ടാണ്? അതും കേസും തമ്മിൽ എന്താ ബന്ധമെന്ന് ആലോചിച്ചു. എന്തെങ്കിലുമൊക്കെ സംശയത്തിന്റെ പുകമറ സൃഷ്ടിക്കുക. എന്നിട്ട് വേറൊരു പ്രമുഖ മാധ്യമങ്ങൾ, പേര് പറയുന്നില്ല, തന്ത്രി ഭാഗികമായി കൊള്ളയിൽ പങ്കുണ്ടെന്ന് സമ്മതിച്ചു. ഏറ്റവും പ്രമുഖ ചാനലുകളാണ്, അതായത് ഫസ്റ്റ് 1, 2, 3 നിൽക്കുന്ന ചാനലുകളാണ്. എന്താണ് ഈ ഭാഗികമായി സമ്മതിക്കുക? അതായത് ചുമ്മാ എന്തെങ്കിലും ഒരു അതായത് ഇപ്പം തന്ത്രിയുടെ ഇത് വരികയാണ്, ജാമ്യം വരികയാണ്, ആ ജാമ്യം നിഷേധിക്കാൻ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുക. യഥാർത്ഥ നിങ്ങൾ മീഡിയ ദുരുപയോഗം ചെയ്യുകയാണ്. അതുകൊണ്ട് പറഞ്ഞ് ഈ വിഷയം അവസാനിപ്പിക്കുമ്പോൾ ഈ അവസരത്തിൽ വളരെ താഴ്മയായി, വേറെ ആരോടും പറയാനില്ല, ഹൈക്കോടതിയോടും മാധ്യമങ്ങളോടും അല്ല, വേറെ ആരോട് പറയാനാ, വളരെ താഴ്മയായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട്, വിശിഷ്യ ജസ്റ്റിസ് രാജാ വിജയരാഘവൻ സാർ, ജസ്റ്റിസ് ജയകുമാർ സാർ, ഇതിൽ ശക്തമായ നിലപാടെടുക്കുന്ന ജസ്റ്റിസ് ബദറുദ്ദീൻ സാർ അടക്കമുള്ള ഹൈക്കോടതിയാണ് അപേക്ഷിക്കാനുള്ളത്, ഇതുവരെയുള്ള കേസ് ഒന്ന് സമഗ്രമായി റിവ്യൂ ചെയ്യണം. നേരിട്ട് ബന്ധമില്ലാത്തവർക്കെല്ലാം ജാമ്യം അനുവദിക്കണം. അതായത് നേരിട്ട് ബന്ധമില്ലാത്തവർക്കെന്ന് പറഞ്ഞാൽ ഈ കേസിൽ എവിടെങ്കിലും ഒപ്പിട്ടോ അല്ലെങ്കിൽ അനുമതി കൊടുത്തില്ല എന്ന് പറഞ്ഞൊരു അറസ്റ്റ്, കൊടുത്തു എന്ന് പറഞ്ഞ രണ്ടാമത്തെ അറസ്റ്റ്. തന്ത്രിയുടെ കാര്യത്തിൽ നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. അതായത് വാതിൽ പാളികളിൽ അനുജ്ഞ മേടിച്ചില്ല, മറ്റേതിൽ അനുജ്ഞ മേടിച്ചു. അങ്ങനെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ല.